ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ താനാണ് പരിഹരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും ട്വിറ്റർ പേജിലൊക്കെ ഇട്ടിരുന്നത് കണ്ട് പലരും ഇന്ത്യക്കെതിരെ വിമർശനവുമായി എത്തിയിരുന്നു. അതായത് അമേരിക്കയുടെ ഇടപെടലുകൾ തീർച്ചയായും ഇന്ത്യക്ക് ആവശ്യമാണോ, ഇന്ത്യക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. എന്നാൽ ഇതിലൊന്നും സത്യമല്ല എന്ന് കേന്ദ്രം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാളപെറ്റതും കയറെടുക്കുന്നു എന്ന രീതിയിൽ ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് എത്തിയത്. അക്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ എന്തും വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. അഖിൽ മാരാറും സമൂഹ മാധ്യമങ്ങളിലൂടെ ദേശവിരുദ്ധ പരാമർശം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ അഖിൽ മാരാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഭാരതീയ നിയമസംഹിത BNS 152 വകുപ്പ് അനുസരിച്ചാണ് കേസ്. BJP കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കരയാണ് ഇപ്പോൾ അഖിൽ മാരാർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ദേശവിരുദ്ധമായ പ്രസ്താവനകൾ വീഡിയോ വഴി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതായിട്ടാണ് പരാതി. യുദ്ധം അവസാനിപ്പിക്കണമെന്നതിന് യാതൊരു തർക്കവും വേണ്ടെന്നും എന്നാൽ അത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് മുൻപിൽ പണയം വെച്ചിട്ടാവരുത് എന്നായിരുന്നു അഖിൽ മാരാരുടെ പോസ്റ്റ്. യുക്രൈൻ പോലൊരു രാജ്യം പോലും അമേരിക്ക പറഞ്ഞത് കേട്ടില്ലെന്നും ഇവിടെ ഇപ്പോഴും സായിപ്പിന്റെ ഓശാനം കേട്ട് ജീവിക്കുന്ന ഭരണാധികാരിയായിപ്പോയി എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അഖിൽ മാരാർ വിമർശിച്ചത്. അഖിൽ മാരാർക്കെതിരെയുള്ള ഈ ഒരു നടപടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.